ഹായ് ഗൈസ്, വെൽക്കം ടു ട്രിപ്പ്മേറ്റ്. നമ്മുടെ വയനാടൻ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണിത്. നമ്മൾ ഓൾറെഡി ബ്രഹ്മഗിരിയിലും കുറുമ്പാലക്കോട്ടയിലും പോയ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും കാണണം. ഞാൻ അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുത്തേക്കാം. നമ്മൾ കുറുമ്പാലക്കോട്ടയിലെ സൺറൈസൊക്കെ കണ്ട് നേരെ വന്നത് ബാണാസുരയിലേക്കാണ്. ഇപ്പം ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ ഡാമിൻ്റെ അടുത്തോട്ട് പോകുകയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും പറ്റിയ ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഫൺ സോൺസും ഇവിടെയുണ്ട്. 9 AM to 5 PM ആണ് ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം. പെർ പേഴ്സണ് ചാർജ് ആവുന്നത് 40 റുപ്പീസാണ്. കിഡ്സിനാണെങ്കിൽ 20 റുപ്പീസ്. നേച്ചർ ലവേഴ്സിന് ഇതൊരു ഐഡിയൽ പിക്നിക് സ്പോട്ട് തന്നെയാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ്. നമ്മളങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ബാണാസുര ഡാമാണ്. അപ്പം ലെറ്റ്സ് ഗോ. ഇത് ഏഷ്യയിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് എർത്ത് ഡാമാണ്. കബനി നദിയുടെ കൈവഴിയായ കരമനത്തോട് നദിക്ക് കുറുകെയാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ഈ സ്റ്റെപ്പെല്ലാം കയറി മുകളിലോട്ടാണ് പോകുന്നത്. ഡാമും അതിൻ്റെ റിസർവോയറും പിന്നെ കുറേ സ്മോൾ ഐലൻഡ്സും പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഹിൽസുമാണ് മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച. ഞങ്ങൾ അങ്ങനെ മുകളിലെത്തി. അവിടെ കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കണ്ട് ഞങ്ങൾ നേരെ റിസർവോയറിൻ്റെ അടുത്തോട്ട് നടക്കുകയാണ്. ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നടക്കുന്നതാണ് നല്ല രസമുണ്ടല്ലേ. ബാക്ക്ഗ്രൗണ്ട് കിട്ടണേ ഭയങ്കര നല്ലൊരു സീനറി അല്ലേ. എങ്ങനെയുണ്ട്? നമ്മൾ ഈ നടക്കുന്നതിന് പാരലായിട്ടാണ് സിപ്പ് ലൈൻ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത്. വയനാട്ടിലൊക്കെ വരുവാണെങ്കിൽ എന്തായാലും ഈ പ്ലേസ് ഒന്ന് വിസിറ്റ് ചെയ്യണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലം. പിന്നെ ഈ ബാക്കിൽ ഈ മൗണ്ടെയിൻ റേഞ്ചസ് ഒക്കെ തന്നെ എന്ത് രസമാണ് കാണാനായിട്ട്. ഇവിടെ നല്ല വെയിലുണ്ട്, എന്നാലും ഞങ്ങളിങ്ങനെ ചുമ്മാ നടക്കുക. കാര്യം നല്ലൊരു കാറ്റും പിന്നെ ഈ ഒരു സീനറിയൊക്കെ കണ്ട് നടക്കാൻ നല്ല രസമുണ്ട്. 5 പേർക്ക് 1000 റുപ്പീസാണ് സ്പീഡ് ബോട്ടിൻ്റെ ചാർജ്. സിപ്പ് ലൈൻ ആണെങ്കിൽ 300 പെർ പേഴ്സൺ ആണ്. ഇവിടെ ഞാൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്, പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. കാര്യം ഇവിടെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്, ഭയങ്കര പീസാണ്, ഭയങ്കര ഒരു മൈൻഡൊക്കെ ഒന്ന് സെറ്റാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഡാം കണ്ട് ഞങ്ങൾ ഇറങ്ങി. ഇപ്പം പോകുന്നത് അതിനടുത്തുള്ള ഒരു എക്സിബിഷൻ ഹാളിലേക്കാണ്. എൻട്രൻസിൻ്റെ അടുത്ത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ബോർഡ് ഉണ്ടായിരുന്നു. നിയറസ്റ്റ് ആയിട്ടുള്ള ടൂറിസ്റ്റ് അട്രാക്ഷനാണ് അതിൽ കൊടുത്തിരുന്നത്. ഒരു കേരള സ്റ്റൈലിലെ എൻട്രൻസ് ആയിരുന്നു അവിടെ സെറ്റ് ചെയ്തിരുന്നത്. പിന്നെ നമ്മൾ അകത്തോട്ട് പോയി കുറേ വയനാടൻ ഐറ്റംസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ചൊക്കെ പർച്ചേസ് ചെയ്തിട്ട് പിന്നെ നേരെ നമ്മൾ ഇവിടുന്ന് പോയത് ഫുഡ് കഴിക്കാനായിട്ടാണ്. നമ്മളിപ്പം ബാണാസുരയിലൊക്കെ പോയി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനൊരു ഹോട്ടലിലൊക്കെ കയറി. എന്നിട്ട് നമ്മളിനി എന്നിട്ട് ഇനി നമ്മൾ പോകാൻ പോകുന്നത് കർലാഡിലേക്ക്. അവിടെ നമ്മൾ എത്ര നേരം സ്പെൻഡ് ചെയ്യുന്നത്? ആക്ച്വലി അധികം സമയമില്ല. നമ്മൾ ജസ്റ്റ് അവിടെ ചെന്ന് ലേക്കൊക്കെ ഒന്ന് കണ്ട് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് അങ്ങ് പോകത്തേ ഉള്ളൂ. നമ്മളങ്ങനെ കർലാഡിലെത്തി. കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ നേരെ എൻട്രൻസിലോട്ട് പോവുകയാണ്. അവിടെ ഒരു ബോർഡുണ്ട് ഇവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അതൊക്കെ വായിച്ച് നമ്മൾ ടിക്കറ്റ് എടുത്ത് നേരെ അകത്ത് കയറി. പെർ പേഴ്സൺ 20 റുപ്പീസാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്.
നമ്മളങ്ങനെ കർലാട് ലേക്ക് എത്തി. നല്ല രസമുണ്ട് ഇവിടെ വന്നപ്പം. നല്ല കാറ്റും ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അതാണ്ട് അവിടെ ബോട്ടിംഗ് ഉണ്ട്. പിന്നെ അതാ ഈ കാണുന്ന സിപ്പ് ലൈനാണ്. ഇവിടുന്ന് ഈ എൻഡിൽ നിന്ന് അങ്ങോട്ട്, അതായത് ഈ ലേക്കിന് അക്രോസ് ആയിട്ടാണ് ഈ സിപ്പ് ലൈൻ ഇങ്ങനെ പോകുന്നത്. പിന്നെ ഈ ഒരു ബ്രിഡ്ജ് തന്നെ ഈ ലേക്കിൻ്റെ സെൻറ്ററിൽ കൂടെ പോകുന്നൊരു ബ്രിഡ്ജ്. അപ്പുറം ഇപ്പുറം ഒക്കെ കുറേ ആമ്പലും. നല്ല രസമാണ്, നല്ലൊരു ഫീല്. ഈ ലേക്ക് സൈഡിൽ കുറേ ബെഞ്ചസ് ഒക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽത്തി ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിരുന്ന് ഡിസ്കസ് ഒക്കെ ചെയ്യാം. ഒരു ലേക്കിൻ്റെ ഫ്രണ്ട് വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് നല്ല രീതിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഔട്ട്കം ഉണ്ടാവുമായിരിക്കും അല്ലേ. അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് ടീ മ്യൂസിയത്തിലോട്ടാണ്. അതിൻ്റെ ഒരു എക്സ്റ്റീരിയർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഭയങ്കര ഓൾഡ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറൊക്കെ ആയിട്ടാണ് അത് ഡിസൈൻ ചെയ്തേക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവരത് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു എൻട്രി ഫീസ് ഉണ്ട്, 50 per person ആണ്. നമ്മൾ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് കുറേ പണ്ട് തൊട്ടേ യൂസ് ചെയ്തിട്ടുള്ള ടീ ഫാക്ടറിയിൽ യൂസ് ചെയ്തിട്ടുള്ള അങ്ങനെ കുറേ എക്യുപ്മെൻറ്റ്സ് ഒക്കെ കാണാം. അപ്പം ഇത്രയും വർഷങ്ങളായിട്ടും അവരത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു 3 ഫ്ലോറിലായിട്ട് ഇതേപോലെ പണ്ട് തൊട്ടേ ഉപയോഗിച്ചിരുന്ന ഈ ടീ റിലേറ്റഡ് ആയിട്ടുള്ള ടീ ഫാക്ടറി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ മെഷീൻസും ഒക്കെ അവർ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർ വയനാട്ടിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് ഈ മ്യൂസിയം വിസിറ്റ് ചെയ്യണം. ഇവിടെ നിന്ന് നമുക്ക് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ആക്ച്വലി നമ്മൾ ഈ 3rd ഫ്ലോറിലെത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഒരു കൊച്ചൊരു ടീ ഷോപ്പും ഉണ്ട്. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ടീസും ഉണ്ട്. ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന തേയില വെച്ചിട്ടാണ് അവർ ആ ടീ പ്രിപ്പയർ ചെയ്യുന്നത്. ടീ ഒരു ഇത്തിരി കോസ്റ്റ്ലി ആണെങ്കിലും ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബും കൂടി ചെയ്യണം.